ഇന്ന് പോസ്റ്റ് ചെയ്യണത്. കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും കുറച്ച് പണികളുണ്ടായിരുന്നു. സ്കൂൾ ഇന്ന് തുറന്ന കാരണം കുറച്ചധികം പണികളുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതെ ഇന്നാണ് പോസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൊടുക്കുള്ളൂ. ഇതേപോലെ നല്ല നല്ല വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെ രണ്ടാളുടെ ടെക്സ്റ്റ് ബുക്കും ഉണ്ട്. അത് നല്ല രീതിയിൽ ഞാൻ വലിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു മേക്ക് ഓവറാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്. അപ്പോൾ നോട്ട്ബുക്കും ഉണ്ട്, ടെക്സ്റ്റ് ബുക്കും ഉണ്ട്. രണ്ടും വലിച്ചിട്ടേക്കുന്നത് നല്ല ഭംഗിയിൽ തന്നെ വലിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെയൊക്കെ പണ്ടത്തെ ടെക്സ്റ്റ് ബുക്ക് 90 കിഡ്സിൻ്റെയൊക്കെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് കുഞ്ചാക്കോ ബോബൻ, അങ്ങനെ അജിത്ത്, എന്താ പറയുക, ഫിലിം സ്റ്റാർസാണ്. പിന്നെ മറ്റേ ഫിൻലാൻഡ്, അങ്ങനത്തെ വല്ല അമേരിക്ക, അങ്ങനത്തെ ഓരോ രാജ്യങ്ങളാണ്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളുടെ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഇങ്ങനത്തെ ഓരോ പിക്ചേഴ്സാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട്. എന്നാലും പണ്ടത്തേക്കാൾ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ചിലരൊക്കെ ആകുമ്പോൾ ചിലത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നും. കാരണം ഒന്നും ഉണ്ടാവില്ല. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ക്യൂട്ട്നെസ് കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ കാർട്ടൂൺ അല്ല, ഇങ്ങനത്തെ പിക്ചേഴ്സ് കണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. നിങ്ങൾക്ക് അങ്ങനത്തെ സ്വഭാവമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ രണ്ടാളുടെ ടെക്സ്റ്റ് ബുക്കും ഉണ്ട്. രണ്ടാളുടെ ടെക്സ്റ്റ് ബുക്കും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിരത്തി വെച്ചേക്കാം കേട്ടോ. ആരും ഒരു ഹെൽപ്പിംഗ് ഒന്നുമില്ല, ഞാൻ തന്നെ ചെയ്യണമല്ല. അപ്പോൾ പിന്നെ മക്കളെ ഉപദ്രവിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ തന്നെ ഇത് ഏറ്റെടുത്തേ. മക്കളൊന്നും ഇല്ലാത്ത നേരത്താണ് ഇതൊക്കെ ചെയ്യണത്. കാരണം അവരുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല. കുട്ടികൾ ചെറുതല്ല, ഇത്തിരി വലുതാണെങ്കിലും നമ്മൾ ഒരു പൊടിക്ക് സമ്മതിക്കില്ല അവർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് ഇരട്ടിപ്പണി ഉണ്ടാക്കി വയ്ക്കും. അതുകൊണ്ട് ഞാൻ അവരാരും എനിക്ക് ഉൾപ്പെടുത്തിയില്ല. എനിക്ക് ഞാൻ തന്നെ ചെയ്യണമെന്ന് തന്നെയാണ് ഒരു സാറ്റിസ്ഫിക്കേഷൻ തരട്ടെ. അപ്പം നിങ്ങൾ ചിലർ പറയും, ചില കമൻറ്റ് കണ്ടിട്ട് ഞാൻ കാവ്യമാധവൻ്റെയൊക്കെ കുട്ടിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാവ്യമാധവൻ ഒറ്റയ്ക്ക് കുട്ടീനെ കുളിപ്പിച്ചു തന്നു. പക്ഷേ നമ്മുടെ വീട്ടിലത്തെ കുട്ടികളൊന്നും മേറ്റായിരുന്നു കുളിപ്പിക്കില്ലല്ലോ, നമ്മൾ തന്നെയല്ലേ കുളിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെയാണ് എൻ്റെ അവസ്ഥയും. എൻ്റെ മക്കളുടെ കാര്യം ഞാൻ തന്നെ ചെയ്യണം, വേറെ ആരും വന്ന് ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആരുടെയും ഹെൽപ്പും ഒന്നും ഇല്ലാണ്ട് ഞാൻ തന്നെ അവരുടെ ബുക്കും പേപ്പറൊക്കെ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് അവരുടെ സ്കൂളിൻ്റേതായ റാപ്പിംഗ് പേപ്പർ ഉണ്ട്. അതും ഒരു യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവരും ഈ പേപ്പർ വെച്ച് പൊതിഞ്ഞ പിന്നെ വലിയവനെന്നോ ചെറിയവനെന്നോ അങ്ങനത്തെ ഒരു തരംതിരിവ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഒരേ റാപ്പിംഗ് പേപ്പർ തന്നെയാണുള്ളത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒരുപോലെ തന്നെ കാണാൻ പറ്റും. ബുക്കുകൾ ചിലപ്പോൾ തെറ്റിപ്പോട്ടും. ഞാൻ നെയിം സ്ലിപ്പ് കൊട്ടിയിട്ടുണ്ട്. അതേപോലെ എൻ്റെ ബാഗ് അൺബോക്സിംഗ് ആണ് കാണുന്നത് കേട്ടോ. ബാഗ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കഴുകി ഉണക്കി ബക്കറ്റിൻ്റെ ഉള്ളിൽ വെച്ചേക്കായിരുന്നു. അപ്പോൾ മോള് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണം കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവളെടുത്ത് രണ്ടാളെ ബാഗ് എടുത്ത് കുടഞ്ഞ്